അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ മാങ്ങ മരത്തിൽ നിന്ന് മാങ്ങ പറിച്ചിട്ട് കഴിച്ച് നോക്കിയാലോ. അതാ രാവിലെ തന്നെ നല്ല ഫ്രഷ് മാങ്ങയാണ്, മരത്തിൽ നിന്ന് പറിച്ചൊന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയുള്ള മാങ്ങ ഇതുണ്ടോ, നല്ല മധുരമുണ്ട്. ഇതാ നല്ല സൂപ്പർ മാങ്ങ, അപ്പോൾ നന്നായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തണ്ണിമത്തൻ തോട്ടത്തിൽ നിന്ന് തണ്ണിമത്തനെല്ലാം പറിച്ചിട്ട് വണ്ടിയിൽ ലോഡാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്ന് ലോഡ് ഇറക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തണ്ണിമത്തൻ ലോഡ് ഇറക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ്ടോ തണ്ണിമത്തൻ ലോഡ് ഇറക്കുന്നതിൻ്റെ ഇടയിൽ 2-3 വീണ് പൊട്ടിയതാണിത്. അപ്പോൾ ഇതാ തണ്ണിമത്തൻ കണ്ടോ, നല്ല തണ്ണിമത്തൻ ലോഡ് ഇറക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാ നമ്മൾ തണ്ണിമത്തൻ വണ്ടിയിൽ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലോഡ് ഏകദേശം ഇറക്കി കഴിഞ്ഞു. വേണ്ട നമ്മളിപ്പോൾ അതാ തണ്ണിമത്തനൊക്കെ ലോഡ് വണ്ടിയിൽ നിന്ന് ഇറക്കി, ആ വണ്ടിയിൽ നിന്ന് കാണുന്ന ലോഡുകൾ ഇറക്കിയതാണിത്. ഇതാണ്ട ലോഡ് ഇറക്കിയിട്ട് ഇതാ നന്നായിട്ട് ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടാ തണ്ണിമത്തൻ ലോഡ് കൂട്ടി വെച്ചിരിക്കുന്നതാ ഫുൾ. അതാ വണ്ടിയിൽ നിന്ന് തണ്ണിമത്തൻ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട നമ്മുടെ തണ്ണിമത്തനൊക്കെ പിടിച്ച് മീശൊക്കെ പിരിച്ച് അടിപൊളിയായിട്ട് ഇത് അത്രയും ഫുള്ള് ലോഡ് ഇറക്കിയത് സമണ്ണനാണ്. ഇതാണ്ട് അത്രയും ലോഡ് ഇറക്കിയത് സമണ്ണ ഒറ്റയ്ക്കാണ്. ഇതാ സമണ്ണ ലോഡൊക്കെ തണ്ണിമത്തൻ പിടിച്ച് നിൽക്കുകയാണ്. ഇതാ അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ലോഡ് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ലോഡ് സമണ്ണ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമണ്ണ നല്ല സ്റ്റീൽ ബോഡിയൊക്കെ കാട്ടി ഇതാ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു നല്ല അടിപൊളി ഒരു ഫാം ഹൗസിലാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 4 ഏക്കറോളം വരുന്ന ഒരു ഫാം ഹൗസിലാണ് നമ്മൾ താമസമൊക്കെ ഉള്ളത്. ഇപ്പോൾ നോക്ക് ഇത് അവിടുത്തെ കാഴ്ചകളാണ്. ഇതാണ്ടോ നല്ല നാരങ്ങ, നല്ല ചെടിയിൽ നന്നായിട്ട് നല്ല കായ്ച്ച് നിൽക്കുന്ന നാരങ്ങകളുണ്ട്. ഇതാണ്ടോ നല്ല നാരങ്ങകൾ കായ്ച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെറുനാരങ്ങയാണ്. ഇതാ ഉണ്ടോ ചെടി മൊത്തം നന്നായിട്ട് മൂത്ത് പച്ച കളറിൽ മൂത്ത നാരങ്ങകളാണിത്. അധികം നാടനായതുകൊണ്ട് അധികം വലിപ്പം വെച്ചിട്ടില്ല എന്നുള്ളൂ. ഇതാണ്ടോ നാരങ്ങകൾ ഫുള്ളും ചെടി മൊത്തം നാരങ്ങയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. ഏകദേശം ഇപ്പോൾ എല്ലായിടത്തും ചക്കയൊക്കെ വേരിൽ തന്നെ കായ്ക്കുന്നുണ്ട്. ഇതാണ്ടോ നമ്മുടെ ഫാം ഹൗസിൽ ഇതാ വേരിലാണ് ചക്ക കായ്ച്ചിരിക്കുന്നത്. ചക്കൻ്റെ അടിഭാഗത്താണ് ചക്ക വേരിൽ തന്നെയാണ് കായ്ച്ചിരിക്കുന്നത്. ഇതാണ്ടോ 2 ചക്കയാണ് താഴെ ഉള്ളത്. പിന്നെ അതാ മേൽവശത്തും ചക്കകളുണ്ട്. ഇതാണ്ടോ കാണുന്നുണ്ടോ, ഇതാണ്ടോ ചക്ക മേൽവശത്തും ഉണ്ട് ചക്ക. നല്ല നല്ല പാകമായ ചക്കകൾ മേൽവശത്തും ചക്കകളുണ്ട്. നല്ല ചക്കകൾ ഇവിടെ ഫാം ഹൗസിൽ ചക്ക, മാങ്ങ, പിന്നെ ഇതാണ്ടോ മൊത്തം മാങ്ങത്തോട്ടാണ്. ഇതാണ്ടോ മാങ്ങ, ചക്ക, മാങ്ങ, പിന്നെ മെയിനായിട്ടുള്ളത് തേങ്ങ, അതൊക്കെയാണ് മെയിൻ കൃഷി ഇവിടെ. ഫ്രണ്ട്സ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ. നോക്കുക ആ മരത്തിൽ കൊലയിൽ തന്നെ, അത് നിങ്ങൾ നോക്കൂ, ആ മരത്തിൻ്റെ കൊലയിൽ തന്നെ നിൽക്കണ നോക്കൂ മാങ്ങ, നല്ല പഴുത്ത മാങ്ങ. അതാ പച്ച മാങ്ങ ഇവിടെ ഉണ്ട്, പഴുത്ത മാങ്ങ ഉണ്ട്. ഇതാണ്ടത് മൊത്തം മാങ്ങത്തോട്ടാണ്. ഇതാണ്ടോ മാങ്ങത്തോട്ടാണ് ഫുള്ളായിട്ട് ഇവിടെ 4 ഏക്കർ സ്ഥലത്ത് മാങ്ങത്തോട്ടാണ്. അതിൽ ഇതാ പശുക്കളുണ്ട്, നല്ല പശുക്കളുണ്ട്. ഇതാ ഫുള്ള് കണ്ടോ മാങ്ങത്തോട്ടാണ് ഗൈസ്. ഇതാ ഫുള്ള് രാവിലെ വൈക്കോലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പോൾ നല്ല നമ്മുടെ ഫാം ഹൗസിൽ പശുക്കളുണ്ട്. പിന്നെ പശു തന്നെയാണ് ഇവിടെ മെയിൻ മൃഗമായിട്ടുള്ളൂ. പിന്നെ പക്ഷികളായിട്ട് അധികം വളർത്തണമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഈ നാടൻ രീതിയിലുള്ള കോഴി, നാടൻ കോഴി, മറ്റേ നാട്ടുകോഴി, നല്ല പഴമൊക്കെ അതവിടെ വാഴയിൽ കുലച്ച് നിൽക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല കാഴ്ചയാണിത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ മാങ്ങകൾ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴമാണ്. പിന്നെ അതേപോലെ ഒരുപാട് ഇഷ്ടംമാതിരി ഉണ്ടോ, എല്ലായിടത്തും ഫുള്ള് മാങ്ങകൾ തന്നെയാണ്. നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടംമാതിരി മാങ്ങ വെറൈറ്റികൾ തന്നെയാണ് ഇവിടെ. മെയിനായിട്ട് മാങ്ങ കൃഷി തന്നെയാണ് ഉള്ളത്. ഈ ഫാം ഹൗസ് എന്ന് പറയുക മാങ്ങ കൃഷി തന്നെയാണുള്ളത്. ഇതാണ്ട് ഒരു പശുക്കുട്ടീനെ കണ്ടത്, ചെറിയൊരു പശുക്കുട്ടിയാണ്. അതോടെ വൈക്കോലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, പുതിയൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, ശുഭദിനം നേരുന്നു. താങ്ക്സ്, എല്ലാവർക്കും നന്ദി. ഇന്നലത്തെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും പുതിയൊരു കണ്ടൻ്റ് ആയിട്ട് പുതിയ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, നന്ദി, നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ മരത്തിൽ നിന്ന് മാങ്ങ പറിച്ചിട്ട് കഴിച്ച് നോക്കിയാലോ. അതായത് രാവിലെ തന്നെ നല്ല ഫ്രഷ് മാങ്ങയാണ്, മരത്തിൽ നിന്ന് പറിച്ചൊന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയുള്ള മാങ്ങ ഇതുണ്ടോ, നല്ല മധുരമുണ്ട്. ഇതാ നല്ല സൂപ്പർ മാങ്ങ, അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.